ഹായ്, വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫ്ലേവേഴ്സ് ചാനൽ. ഞാൻ ഐഷ ഷംസ്. എല്ലാവർക്കും ഐഷാസ് ഫ്ലേവേഴ്സ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ അമ്മയുടെ ചെറുപയർ കറി റെസിപ്പിയാണ്. ചെറുപയർ എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. നല്ലോണം ക്രഷ് ചെയ്യാൻ നല്ല പൊളിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. നല്ല ഒന്ന് പൊളിഞ്ഞ് കിട്ടിയതിന് ശേഷം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ കുക്കറിലിടുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചി, 5 ചെറിയുള്ളി, 3-4 വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഉപ്പിട്ടിട്ട് നമ്മളത് വേവിക്കാൻ വെക്കണം. അതിലേക്കുള്ള കൂട്ട് തേങ്ങ, ജീരകം, നമുക്ക് ആവശ്യമുള്ള പച്ചമുളക് ഇത് അരച്ചെടുക്കാൻ കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു സ്പൂണ് യോഗേട്ടാണ് ഒഴിക്കേണ്ടത് കേട്ടോ. യോഗേട്ട് ഇല്ലെങ്കിൽ അധികം പുളിയില്ലാത്ത തൈര് ഒഴിക്കാം നിങ്ങൾക്ക് കേട്ടോ. എന്നിട്ട് മിക്സിയിൽ നല്ലോണം അരച്ചെടുത്ത് കൊണ്ടുവന്ന് നമ്മൾ ചെറുപയറിലേക്ക് ഇടണം കേട്ടോ. ഇത് ആദ്യമായിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം. ഇത് ഞാൻ ട്രിവാൻഡ്രത്ത് എന്നിട്ട് നമ്മൾ തേങ്ങ അതിലേക്ക് അരച്ചൊഴിക്കണം കേട്ടോ. എന്നിട്ട് ഇത് അടുപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ തിളയ്ക്കാൻ പാടില്ല, തിളയ്ക്കുന്ന അവിടെ എത്തുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യണം. ഇത് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഒരു ദിവസം ഒരു 10 ദിവസത്തെ ഒരു ഹോസ്പിറ്റലിൽ ആവശ്യാർത്ഥം റൂം എടുത്തിരുന്നു. അപ്പോൾ റൂം എടുത്തപ്പോൾ ലാലേട്ടൻ്റെ വീട്ടിൻ്റെ അടുത്താണ് ഞങ്ങൾ റൂം എടുത്തിരുന്നത്. അപ്പോൾ അവിടുത്തെ ലാലേട്ടൻ്റെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലാണ് ആ അമ്മ താമസിക്കുന്നത്. അവരാണത് വാടകയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ അമ്മ ഇങ്ങനെ അന്വേഷിച്ചു എന്തിനാ ഹോസ്പിറ്റൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് വൈകുന്നേരമായപ്പോൾ ചപ്പാത്തിക്ക് അമ്മ ചെറുപയർ കറി കൊടുന്നു. അപ്പോൾ ചെറുപയർ കറിക്ക് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ റെസിപ്പിയല്ല, ലാലേട്ടൻ്റെ അമ്മേൻ്റെ റെസിപ്പിയാണ്. നന്നായിട്ട് കുക്ക് ചെയ്യും, നല്ല ടേസ്റ്റാണ് ലാലേട്ടൻ്റെ അമ്മ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അവരുണ്ടാക്കുന്ന ചെറുപയർ കറിയാണ്. എൻ്റെ അല്ലാ, അത് ചെറുപയർ കറി ഭയങ്കര ടേസ്റ്റ്, ഡിഫറെൻ്റ് ആയിട്ടാണ് അവരുണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കുറേ റെസിപ്പി അങ്ങനെ അമ്മ പറഞ്ഞു തന്നു. ഞാനവിടെ നിന്ന സമയത്തൊക്കെ എനിക്ക് പല റെസിപ്പികൾ, ഫിഷ് കറി വയ്ക്കുന്നത്, വെണ്ടയ്ക്ക കറി വയ്ക്കുന്നത്, അങ്ങനെ കുറേ റെസിപ്പി പറഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ ചപ്പാത്തി, പത്തിരി, ദോശ ഇതിലേക്കൊക്കെ ഒഴിക്കണം. ലാലേട്ടന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. എന്നിട്ട് അത് ഒഴിച്ചതിന് ശേഷം അടുപ്പിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി ചതച്ചിടുക, വത്തൽമുളക് ക്രഷ് ചെയ്തതിടുക, പിന്നെ പച്ചമുളക്, കരിവേപ്പിലിടുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, നുള്ളു ഗരം മസാല, കുറച്ച് മാത്രം കായപ്പൊടി ഇടുക, പിന്നീട് ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടി ഇതിനകത്തേക്ക് ഇടണം കേട്ടോ. ഉലുവാപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ട് വേണം ഇതിങ്ങനെ നല്ലോണം ഇതാക്കിയെടുക്കണം കേട്ടോ. എടുത്തിട്ട് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി ലാലേട്ടൻ്റെ അമ്മയുടെ റെസിപ്പി. അവർ ലാലേട്ടൻ്റെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ അമ്മ നമുക്ക് ഭയങ്കര സ്നേഹം തോന്നും അമ്മയോട്. അമ്മയെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. ആര് വന്നാലും നന്നായിട്ട് കുക്ക് ചെയ്ത് അവർക്ക് സുഭിക്ഷമായിട്ട് ഭക്ഷണം കൊടുക്കുകയും ചെയ്യും. അവർ പോകുമ്പോൾ പാക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ്. ലാലേട്ടന് ഭയങ്കര ഇഷ്ടമാണ് അമ്മേനെ. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടന് ഭയങ്കര ജീവനാണ്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ചിന്തിക്കും ലാലേട്ടനെ എങ്ങനെ സഹിക്കാൻ പറ്റും. പക്ഷെ സഹിച്ചല്ലേ പറ്റുള്ളൂ. മരണം എല്ലാവർക്കും ഉള്ളതാണല്ലോ. ഒരു നാൾ നമ്മൾ പോവുമല്ലോ. അപ്പോൾ ആ അമ്മ അത്ര നന്നായിട്ട് കുക്ക് ചെയ്യും. മക്കൾക്കും ഭർത്താവിനും അയൽവാസികൾക്കും ഒക്കെ എന്ത് വിഭവം ഉണ്ടാക്കിയാലും കൊടുക്കും. അത്രയ്ക്ക് നല്ല അമ്മയുടെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.